ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ ഗ്രാൻഡ് ഫിനാലെയിലേക്കുള്ള വോട്ടിംഗ് ഇന്ന് രാത്രി 12 മണിക്ക് അവസാനിക്കുന്നതായിരിക്കും. അങ്ങനെ 12 മണിക്ക് വോട്ടിംഗ് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം വോട്ടിങ്ങിൻ്റെ ഒരു സ്റ്റാറ്റസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നാളെ ഫിനാലെ വീക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 5ാം സ്ഥാനത്ത് പുറത്തു പോകാൻ പോകുന്നത് നെവിനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് 4ാം സ്ഥാനം നേടി പുറത്താക്കപ്പെട്ടിരിക്കുന്നത് അക്ബറാണ്. വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അക്ബറിന് 4ാം സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത്. അക്ബർ അങ്ങനെ ടോപ്പ് 4ൽ ഇടം പിടിച്ചുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഒരു 100% കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ്. നാളത്തെ ഫിനാലെ വീക്കിൽ ഷൂട്ടിങ്ങിൽ നെവിന് ശേഷം 4ാം സ്ഥാനം നേടി പുറത്താക്കപ്പെട്ടിരിക്കുന്നത് അക്ബറാണ്. അപ്പോൾ അക്ബറിന്റെ പുറത്താക്കപ്പെടൽ നമുക്കറിയാം. ഏകദേശം അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളും നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അനീഷും ഷാനവാസും അനുമോളെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അക്ബർ വളരെ പിന്നിലാണ് വോട്ടിങ്ങിൽ. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ അടിപൊളിയായിട്ട് ഗെയിമൊക്കെ കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. ഒരുപാടധികം എൻ്റർടൈൻമെൻറ്റ്സ് ബിഗ് ബോസ് ഹൗസിൽ കൊടുത്തൊരു കണ്ടസ്റ്റൻ്റാണ്. കോണ്ടന്റ് ഉണ്ടാക്കിയ ഒരു മത്സരാർത്ഥിയാണ്. എന്തൊക്കെയാണെങ്കിലും തൻ്റേതായിട്ടൊരു സ്ഥാനം അധികം കുഴപ്പമില്ലാത്ത രീതിയിൽ തൻ്റേതായിട്ടൊരു ഇത്രയും പേര് മത്സരിച്ചതല്ലേ, ഒരു 100 ഡേയ്സ് ബിഗ് ബോസ് ഹൗസിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതും അവിടെ ഒരു ടോപ്പ് 4 എന്ന ഒരു സ്ഥാനം കിട്ടുക എന്നുള്ളതൊക്കെ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഒരുപാട് ജനങ്ങൾ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്ഥാനം അക്ബറിന് നേടാനായിട്ട് സാധിച്ചത്. ടോപ്പ് 4 നേടിക്കൊണ്ട് അക്ബർ ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ നിന്ന് പുറത്തായിരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്